നമസ്കാരം. നമ്മളുടെ ചെണ്ടുമല്ലി കൃഷി 34-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇടയൊക്കെ ഇളക്കി കൊടുത്ത് ചുവട്ടിലേക്ക് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. ശിഖരങ്ങൾ നന്നായിട്ട് പൊട്ടി. നമ്മൾ മണ്ട നുള്ളിയതിന് ശേഷം ശിഖരങ്ങൾ നന്നായി പൊട്ടി. കാര്യമായ വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല. എന്നാലും 19 നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മണ്ട നുള്ളിയതിന് ശേഷം വന്ന ശിഖരങ്ങളിലൊക്കെ മുട്ടിട്ട് തുടങ്ങുന്നുണ്ട്. ഓണത്തിനേക്ക് നമുക്ക് പൂ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വളർന്നു വരുന്നത്. ചിലർ ഇത് ഡബിൾ പിഞ്ചിങ് എന്ന് പറയുന്ന മണ്ട വീണ്ടും നുള്ളുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് അത്ര ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഇനി അത് മണ്ട നുള്ളി കിളിച്ച് അത് പൂത്തു വരാനൊക്കെ ഉള്ള സമയം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇത് ഓണത്തിനേക്ക് നമുക്ക് പരുവമായ രീതിയിൽ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ശിഖരങ്ങൾ ചനച്ച് അതിലെല്ലാം മൊട്ട് വരാൻ തുടങ്ങും. അതൊക്കെ വിരിഞ്ഞ് നല്ല പൂവായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓണത്തിനേക്ക് നന്നായിട്ട് പൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ബന്ദി കൃഷി ചെയ്യുന്നത്. യൂട്യൂബിലും പല കൃഷി ഓഫീസറുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അത്രത്തോളം അറിയില്ല. എന്നാലും കൃഷി ഓഫീസറുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുകയാണ്. ഓണത്തിനേക്ക് നമുക്ക് പൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇടവിളയായിട്ട് നട്ട മുളക്, വഴുതന ഒക്കെ കിളിച്ച് വരുന്നുണ്ട്. 34 ദിവസം കഴിഞ്ഞ തൈകളാണ് ഈ ബന്ദി. വഴുതന നമുക്ക് പൂ ആവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ വഴുതന എത്തുന്നുണ്ട്. നമ്മളൊരു ഇടവിള എന്ന നിലയിൽ അഥവാ ബന്ദിക്ക് വാട്ടരോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പോയാലും നമുക്ക് എന്തിലെങ്കിലും ആ നഷ്ടം നികത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടവിളയായിട്ട് നട്ടതാണ് ഈ വഴുതനയും പച്ചമുളകുമൊക്കെ. ഇതാണ് നമ്മുടെ 34-ാമത്തെ ദിവസത്തെ സ്ഥിതി. ഇനി നമുക്ക് പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം.